അതെ, യുക്തിവാദി. നമുക്ക് നമ്മുടെ രാജ്യ താല്പര്യം ഇസ്രായേലിനോടൊപ്പമാണ്. അതങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മളും ഇസ്രായേലിനോടൊപ്പം തന്നെ, അതിൽ വിട്ടുവീഴ്ചയില്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിലെന്താ അർത്ഥമുള്ളത്? ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് തുടങ്ങാം. ഇസ്രായേൽ വാർഷികം ആഘോഷിക്കുന്ന ഹമാസിനും അതുപോലെ ഹിസ്ബുള്ളയ്ക്കും നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യുക്തിവാദി പേരനിയാണല്ലേ? ഓക്കെ, സന്തോഷം. യുക്തിവാദി, അതെ, നമ്മൾ മനുഷ്യനാണെന്നേ. നമ്മൾ അങ്ങനെ അറിയപ്പെട്ടാൽ മതി. നമുക്കത് തന്നെയാണ് താല്പര്യം. ആ പേര് തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം. കാരണം വാദം എവിടെയാണ് എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഒരു റൊട്ടി കഴിച്ചു, തൊണ്ടയ്ക്കിരുന്നു, അയ്യോ വെള്ളം കുടിക്കണോ വേണ്ടേ? നമ്മൾ ഗ്രന്ഥങ്ങൾ നോക്കി ചെയ്യുന്നവരല്ല. ഏതെങ്കിലും മതപണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ടോ, ഇത് പറഞ്ഞിട്ടുണ്ടോ, ആ പുസ്തകത്തിൽ, നമ്മുടെ വിഷയമല്ല. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ യുക്തിയാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യനും യുക്തിവാദികളാണ്. പക്ഷെ അവരത് സമ്മതിച്ചു തരില്ല. ഒരു പട്ടി ഓടിച്ചാൽ ഓടണോ അതോ എറിഞ്ഞു ഓടിക്കണോ, നമ്മുടെ യുക്തിയാണ്. സന്ദർഭോചിതമായി നമ്മൾ നമ്മുടെ യുക്തിക്ക് പ്രാധാന്യം നൽകുകയും ബുദ്ധിക്കും അതുപോലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ സന്നദ്ധരാകുകയും ചെയ്യുന്നതോടെയാണ് നമ്മളൊരു സാമൂഹ്യ ജീവിയായി മാറുന്നത്. അങ്ങനെ നമുക്ക് സാമൂഹ്യ ജീവിയായി തന്നെ ഇരിക്കാം. ഇപ്പൊ ഇസ്രായേലില് ഹമാസ് ആക്രമണം നടത്തിയിട്ട് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ 1 വർഷം തികയുകയാണ്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ ലക്ഷ്യം വെച്ചത് ഒരു പക്ഷേ കുറച്ചധികം ഇസ്രായേലിനെ ഇല്ലാതാക്കുക, ഇസ്രായേലർക്ക് നല്ലൊരു പാഠമാകട്ടെ എന്ന് വിചാരിച്ചു മാത്രമായിരിക്കും. പക്ഷേ ഇസ്രായേല് വലിയ ഒരു പാഠപുസ്തകമാകുകയായിരുന്നു ഹമാസിന്. അവരൊരു പാഠം കൊടുത്തു. ഇസ്രായേൽ ഇതാ 1 വർഷം തികയുമ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, വളരെ ആത്മവിശ്വാസത്തോടെ യുദ്ധമുഖത്തുണ്ട്. ഇപ്പോൾ ഇറാൻ സപ്തയുദ്ധമാണ് ആരംഭിക്കുന്നത്. 7 രാജ്യങ്ങളെ കോർത്തിണക്കി, ഏരിയച്ചു ആണല്ലോ, 7 രാജ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇസ്രായേലിനെ ആഞ്ഞടിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇസ്രായേൽ എപ്പോഴും ബമ്പർ സമ്മാനമാണ് ഹമാസിന് നൽകാറുള്ളത്. ഇത്തവണ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമ്മാനം 2, 3, 4 രാജ്യങ്ങൾക്കും നൽകി. 440 ഹിസ്ബുള്ള ഭീകരരുടെ ചിത്രങ്ങൾ. കാരണം അവരെയൊക്കെ അലക്കിയത് ഇസ്രായേലാണ്. നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്നതിന് മുമ്പ് ഇവരുടെയൊക്കെ ഒരു അനുസ്മരണ യോഗം ഒന്ന് സംഘടിപ്പിച്ചോളാൻ പറഞ്ഞിട്ട് ഈ 440 പേരുടെ ചിത്രങ്ങൾ അടങ്ങുന്ന ഒരു പ്രിന്റ് പുറത്തുവിട്ടു. ഹമാസിൻ്റെത് ഏതാണ്ട് ഒരു 50,000-ഓളം വരുമല്ലോ. ആ ലിസ്റ്റ് അവർക്കും കൊടുത്തു. ഹൂതികൾക്കുള്ളത് ഹൂതികൾക്കും കൊടുത്തു. ഇത് 3ഉം കൂടി ചേർത്തൊരു ലിസ്റ്റ് ഇറാനും കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് ഇറാനാണല്ലോ. എന്നാ പിടിച്ചു എന്നാ നിങ്ങൾക്കും ഇരിക്കട്ടെ. അപ്പോൾ വാർഷികം ശരിക്കു പറഞ്ഞാൽ ആഘോഷിക്കുന്നത് ഇസ്രായേലാണോ അതോ ഹമാസ് ആണോ? ബിജു എബ്രഹാം, സംശയമുണ്ടോ? ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ഹൂറികളെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നെതന്യാഹു. കാരണം ഹൂറികളില്ലാതെ എന്ത് യുദ്ധം? ഹൂറികൾക്ക് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുന്ന ഹമാസും ഹൂതികൾക്കുമൊക്കെ ഹൂറികളില്ലെന്ന് പറഞ്ഞാലേ യുദ്ധമുഖത്ത് നിന്ന് അവർ പിന്തിരിഞ്ഞോടും. മനസ്സിലായ? ബാക്കിയുള്ളവർക്ക് കൂടി എത്രയും പെട്ടെന്ന് ഹൂറികളെ റെഡിയാക്കാൻ നിങ്ങൾ ഒരല്പം സമയം തരൂ എന്ന് മാത്രമേ നെതന്യാഹു പറഞ്ഞിട്ടുള്ളൂ. ആ സമയം എത്തുമ്പോൾ കിട്ടിയിരിക്കും. ആകെ അതാണ് ഒരു സമാധാനം. കാരണം വാക്ക് പറഞ്ഞത് നെതന്യാഹു ആണ്. നെതന്യാഹു എന്തായിരുന്നാലും വാക്ക് പാലിക്കുമെന്നത് നമുക്ക് ഉറപ്പാണ്.
നെതന്യാഹുവിന്റെ ബമ്പർ ഗിഫ്റ്റിന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അത് നല്ലത്. നമ്മൾ വിതച്ചാൽ കൊയ്ത് തന്നെ തീരണമല്ലോ. കേട്ടിട്ടില്ലേ? എല്ലാ ആക്ഷനും റിയാക്ഷൻ ഉണ്ടാകും. അത് എത്ര കാലതാമസം ഉണ്ടാകുന്നോ അത്ര തന്നെ അതിന് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ അല്പം താമസിച്ചാണെങ്കിൽ ആ നന്മയുടെ മധുരം കുറച്ചു കൂടും. ഇനി അതല്ല, തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ ആ തിന്മയ്ക്കും കുറച്ച് കയ്പ് വർദ്ധിക്കും. സമയമെടുത്താലും നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടൂലേ? അതുകൊണ്ട് ഇസ്രായേലിന്റെ തിരിച്ചടി ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേനല്ലേ? കിട്ടാതിരിക്കില്ല, വിഷമിക്കാനൊന്നുമില്ല. ഇതൊന്നും എന്തിപ്പോ ഇരിക്കാത്തേ? ബ്ലൂടൂത്ത് സ്പീക്കറിനൊന്നും ഇരിക്കാനൊന്നും പറ്റണില്ലല്ലോ. മൊസാദിന്റെ തിരിച്ചടികൾ ഇസ്രായേലിന്റെ സാങ്കേതിക വിദഗ്ധന്മാരെയും വൈദഗ്ധ്യത്തെ കുറിച്ച് കേട്ടതൊന്നുമല്ല. അവരുടെ പോക്കറ്റുകളിലിരുന്ന് പേജറുകൾ പൊട്ടിത്തെറിച്ചതുപോലെ അല്ല ഇനി എന്താണ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് എന്ന് മൊസാദിന് മാത്രമേ അറിയൂ. ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ തിരിച്ചടികൾ എന്തായിരുന്നാലും സംഭവിക്കും. അതുകൊണ്ട് ട്രംപ് പറഞ്ഞതുപോലെ ഇറാന്റെ ആണവ നിലയം എങ്ങാനും പഹയന്മാര് ലക്ഷ്യം വെച്ച് കളയുമോ? അമേരിക്ക പറഞ്ഞു ഇസ്രായേലിനോട്. ട്രംപ് ഒരു തമാശ പറഞ്ഞതാണ്. ആ തമാശ കേട്ടിട്ട് ആഷിക്കേ, നിന്റെ തന്തയ്ക്കാണ് വട്ട്, ഇറങ്ങിപ്പോടാ. ഈ വട്ട് പറയുന്നത് കേൾക്കാൻ നിന്നെ ആരടാ വിളിച്ചത്? അപ്പൊ നീ അതിനെക്കാട്ടിൽ വലിയ വട്ടനല്ലേ? ഞാൻ അടിച്ചോട്ടിച്ച് ഇറക്കി വിടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ. അപ്പോ ഇങ്ങനെ ഓരോന്ന് വന്ന് കയറുമ്പോ പറഞ്ഞു വരുന്നതിൽ നിന്ന് മാറിയും പോകും. അപ്പൊ ട്രംപ് പറഞ്ഞത് തമാശക്കാണ്, വെറുതെ അത് ഏറ്റുപിടിക്കല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേലിലാണല്ലോ കേട്ടത് ട്രംപ് പറഞ്ഞത്. ഇനി എങ്ങാനും പഹയന്മാര് പൊട്ടിക്കുവോ? പേടിച്ചു. ആണവ കേന്ദ്രങ്ങളൊക്കെ എങ്ങാനും ഇവന്മാര് തീയിടുവോ? വ്യോമപാതയൊക്കെ ഏതാണ്ട് അടച്ചിട്ടുണ്ട്. ഇപ്പൊ ഇസ്രായേലിനെ അപകടത്തിലാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെങ്കിൽ, ഇപ്പൊ സപ്തയുദ്ധം തുടങ്ങാൻ പോകുന്നല്ലോ ഇറാൻ. അതുകൊണ്ട് ഇറാന്റെ അന്ത്യവും ഗാസയുടെയും ബെയ്റൂട്ടിനെയും പോലെയാക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞത്. നാഗസാക്കിയാക്കി മാറ്റാൻ പോലും ഇസ്രായേലും മടിക്കില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ ശത്രുക്കളായി കാണാൻ, മിത്രങ്ങളെ മിത്രങ്ങളായി കാണാൻ, ചങ്ക് പറിച്ചു കൊടുക്കാനും ചങ്ക് പറിച്ചെടുക്കാനും രണ്ടും അവർക്കൊരു പ്രയാസവുമില്ല. ഇസ്രായേലിന്റെ 2 വ്യോമതാവളങ്ങളിൽ ഇറാന്റെ മിസൈൽ പതിച്ചു എന്ന വാർത്തയും യോവ് ഗാലന്റ് നിഷേധിച്ചു. അവരുടെ സമാധാനത്തിനു വേണ്ടിയും സൈനികരെ ഒന്ന് ജാഗ്രതയോടുകൂടി നിലയുറപ്പിക്കുന്നതിന് വേണ്ടിയും പറഞ്ഞു പരത്തുന്നത് മാത്രമാണത്. ഇതൊന്നും ശരിയല്ല. ഇനിയും ഇസ്രായേലിനെ അപകടത്തിലാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മറ്റൊരു ഗാസയായി മാറും ഇറാൻ എന്നാണ് യോവ് ഗാലന്റ് പറഞ്ഞത്. ഇറാന്റെ ആക്രമണം ഇസ്രായേലിന്റെ വ്യോമ മേഖലയെ ബാധിച്ചിട്ടില്ലെന്നും ഇസ്രായേലിന്റെ ഒരെണ്ണം പോലും ആക്രമണത്തിൽ പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സൈനിക താവളങ്ങളെ തൊടാൻ പോലും ഇറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം ചുറ്റിനുമുള്ളത് ഇസ്രായേലിലാണ്. ഇതുവരെ ഇസ്രായേലിന്റെ വിമാനങ്ങളൊന്നും അപകടത്തിൽപ്പെട്ടിട്ടില്ല. പ്രചരിപ്പിക്കുന്ന വാർത്തകൾ കള്ളമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സൈനിക താവളങ്ങളെ തൊടാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയും കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഇസ്രായേൽ അത്രമേൽ ശക്തമാണ്. ഇസ്രായേൽ തിരഞ്ഞെടുക്കുന്ന രീതികൾ, തിരഞ്ഞെടുക്കുന്ന സമയത്ത്
തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് കൂട്ടിച്ചേർത്തു. കാരണം ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അങ്ങോട്ട് അടിച്ചതിന്റെ 100 ഇരട്ടി തിരിച്ചടി പ്രതീക്ഷിക്കണം. ആ തിരിച്ചടിയെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും? ആ പ്രതിരോധം തീർത്തിട്ട് തന്നെയാണ് അങ്ങോട്ട് കയറി ആക്രമിക്കുക. അതായത് ഏത് ആക്ഷനും റിയാക്ഷൻ ഉണ്ടാകുമല്ലോ, ഏത് പ്രശ്നത്തിനും സൊല്യൂഷൻസ് ഉണ്ടാകുമല്ലോ. അതുപോലെ ഇസ്രയേൽ അങ്ങോട്ടാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് 10 അടി പ്രതീക്ഷിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സജ്ജമാക്കും. ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതിന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ രൂക്ഷ വിമർശനവുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിട്ടുണ്ട്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ 1ാം വാർഷികത്തിന് മുന്നോടിയായി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് മാക്രോണിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഭീകരവാദത്തിനെതിരെ ഒന്നിക്കണമെന്നാവശ്യപ്പെടുകയും ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില നേതാക്കളുടെ കാപട്യം പുറത്തു വന്നിരിക്കുകയാണ്. ഫ്രാൻസ് ഭീകരവാദം ഏറ്റവും വലിയ തോതിൽ അനുഭവിച്ച രാജ്യം കൂടിയാണ്. എന്നിട്ടും ആഗോള തീവ്രതയെയും ഭീകരതയെയും എതിർക്കാൻ ഫ്രാൻസിന് ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പരാജയം തന്നെയാണ്. ഇറാൻ അവരുടെ സഖ്യകക്ഷികൾക്ക് എല്ലാം ആയുധം നൽകുന്നുണ്ട്. ഹിസ്ബുല്ലയും ഹൂതികളും ഹമാസും ഐസിസും അടക്കമുള്ള അടുപ്പക്കാർക്ക് മുഴുവനും ഇറാൻ ആയുധം നൽകുന്നത് ആരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടോ, വിമർശിക്കുന്നുണ്ടോ? ഭീകരവാദ ശക്തികൾ ഒന്നിച്ച് ഞങ്ങൾക്കെതിരെ അണിനിരന്നിരിക്കുകയാണ് എന്നും, എന്നാൽ ഈ ശക്തികളെ എതിർക്കുമെന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങൾ ഇസ്രായേലിന് ആയുധം പോലും ലഭിക്കുന്നത് തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. എന്ത് അപമാനമാണിത്! ഇസ്രായേലിനോടൊപ്പം ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഫ്രാൻസ് ഏറ്റവും കൂടിയ തോതിൽ ഇവരുടെ ആക്രമണം ആ രാജ്യത്ത് അഴിച്ചുവിട്ട ഈ ജനതയ്ക്കെതിരെ, ഈ ഭീകരതയ്ക്കെതിരെ തുറന്ന യുദ്ധത്തിന് ഇസ്രായേലിനോടൊപ്പം നിൽക്കേണ്ടതിന് പകരം ഇപ്പോൾ ഇസ്രായേലിനെ എതിർത്ത് ഫ്രാൻസ് മുന്നോട്ട് വന്നതിന് പിന്നിൽ അജണ്ടകളുണ്ട്. ഇപ്പോ 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇറാന്റെ പരമോന്നതനായ നേതാവ് പുറം ലോകത്ത് വരുന്നത്. വന്നത് തന്നെ ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ ആയുധവും പിടിച്ചിട്ടാണ്. പിന്നീട് അയാൾ ഇവിടെ പോയി മാളത്തിൽ ഒളിച്ചു. ഹസൻ നസ്രുള്ള നിന്നിട്ട് ഒക്ടോബർ 7 സമാനമായതൊന്നിന് കാത്തിരുന്നോളാൻ പറഞ്ഞു. പിന്നീട് എവിടെ? കസേരയിൽ ഇരുന്നില്ല, ഇരിക്കാൻ പിൻഭാഗം ഉണ്ടായിരുന്നില്ല, തെറിച്ചു. അതുപോലെ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുമ്പോൾ ഇറാന്റെ ഖുദ്സ് സേനയുടെ തലവനെ കാണാനില്ല. സത്യം പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടത് കൊമേനിയെയാണ്. കൊമേനിയെ തൂക്കുന്നതിനിടയിലായിരിക്കും ഖുദ്സ് സേനയുടെ തലവൻ പെട്ടത്. ഈ സേനയുടെ തലവൻ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഹനിയ എവിടെ എന്നാണ് ചോദ്യം ഉയരുന്നത്. ഇസ്മായിൽ ഹനിയാണോ ഇസ്മായിൽ ഖാനിയാണോ? ഇറാൻ സർക്കാരും ഇതിന് വ്യക്തമായ ഉത്തരം ഇതുവരെ നൽകിയിട്ടില്ല. കാരണം ഈ ഇസ്മായിൽ ഖാനി എന്ന് പറയുന്ന ഈ ഖുദ്സ് സേനയുടെ നേതാവ് ഇസ്മായിൽ ഖാനി തന്നെയാണ് കേട്ടോ. അയാളെ ആര് തൂക്കി? അയാൾ കൊല്ലപ്പെട്ടോ? ഗുരുതരമായി പരിക്കേറ്റോ? അതോ ഇസ്രായേൽ പൊക്കിയെടുത്ത് ജീവനോടെ കൊണ്ടുപോയി ഇസ്രായേലിൽ നിർത്തിയിട്ടുണ്ടോ? കാരണം ഇസ്രായേലിനെ ഇത്ര കണ്ട് ഗൂഢമായ രൂപത്തിൽ ആക്രമിക്കാൻ പ്ലാൻ ചെയ്ത മറ്റൊരു നേതാവില്ല. ഇസ്രായേലിനെ എതിർക്കുന്ന ആളുകൾ ഏതു വലിയ കൊമ്പനാണെങ്കിലും ശരി, കടലിന്റെ നടുക്ക് കൊട്ടാരമുണ്ടാക്കി അതിനകത്ത് ഒളിച്ചാലും ശരി, മൊസാദ് തൂക്കും. അതാണിപ്പോ കണ്ടത്. ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രുള്ളയെ വധിച്ച് 2 ദിവസത്തിന് ശേഷം ടെഹ്റാനിലെ ഹിസ്ബുല്ലയുടെ ഓഫീസിലാണ് ഈ ജനറൽ ഖാനി
അവസാനം എത്തിയത്. ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി നേതൃത്വം നൽകിയ പ്രാർത്ഥനയിലും ഖാനി പങ്കെടുത്തില്ല. ഖാനി എവിടെ? ഇറാൻ തന്നെ അന്വേഷിക്കുവാണ്. ഒളിവിൽ പോയതാണോ? എന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് അറിയണ്ടേ? ഇറാന്റെ പുറത്തുള്ള സൈനിക ഓപ്പറേഷനുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന സേനയാണ് ഖുദ്സ് സേന. ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾക്കും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും ഗാസയിലെ ഹമാസിനും പരിശീലനവും ആയുധവും നൽകുന്നത് ഈ ഖുദ്സ് സേനയാണ്. 2020 ജനുവരി 3 ഇറാന്റെ ഉന്നത സൈനിക കമാൻഡറായ ജനറൽ ഖാസിം സുലൈമാനി ബാഗ്ദാദിലെ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ഇസ്മായിൽ ഖാനി പിൻഗാമിയായി ചുമതലയേൽക്കുന്നത്. ആ ഇസ്മായിൽ ഖാനിയാണ്